ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രിയിൽ പകലൊന്നും മഴയില്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു മഴയൊക്കെ പെയ്തു. അപ്പോൾ നമ്മുടെ തക്കാളി വഴുതന ഒരെണ്ണം വിളഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഒരു റെഡ് ഷെയ്ഡിലോട്ടൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചെടുത്ത വെണ്ടയ്ക്ക ഒന്ന് ഉണക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ 1-2 ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അന്ന് ഞാൻ കാണിച്ചിട്ടുള്ള തോട്ടുപുളിയില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് അമ്മയെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മളിതിങ്ങനെ ഉള്ള വെയിലൊക്കെ ഒന്ന് ഉണക്കി എടുക്കാറുണ്ട്. ഇപ്പോൾ നല്ലൊരു സീസൺ ആണല്ലോ ഇതിൻ്റെയൊക്കെ. പിന്നെ റംബൂട്ടാനെല്ലാം പതിവ് പോലെ തന്നെ നല്ല പഴുത്തങ്ങോട്ട് വരുന്നുണ്ട്. ഫുള്ളായിട്ട് പഴുത്തൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ പകുതിയും കിളികളെല്ലാം കൊത്തുവാണ്. പിന്നെ വഴുതനയും എല്ലാം റെഡിയായി കിട്ടുന്നുണ്ട്. ഇടയ്ക്കെല്ലാം ഇതെല്ലാം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് എല്ലാം നന്നായിട്ട് നല്ല ഉഷാറോടുകൂടി എല്ലാം വരുന്നുണ്ട്. ഇത് ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വളർച്ചയുണ്ട്. ഇത് ഞാൻ തന്നെ നേരത്തെ ഉള്ള ഒരെണ്ണത്തിനകത്തു നിന്ന് കമ്പ് മുറിച്ച് നട്ടതാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു നന്നായിട്ട് ഈ ഒരു ചട്ടിയിലോട്ട് വളമൊക്കെ നിറച്ച് നട്ടു. പിന്നെ ഈ ഒരു മഴ സമയമാണ് കുരുമുളകെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നതും, പ്രത്യേകിച്ച് ഈ ഒരു കുരുമുളകൊക്കെ. പിന്നെ നമ്മുടെ പച്ചമുളക് എല്ലാം പോയതായിരുന്നു കേട്ടോ. വീണ്ടും ഇതിനകത്ത് മുളകായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തന്നെയാണ് ഞാൻ കുറേ പാകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇഞ്ചിക്ക് ഇനി കുറച്ചും കൂടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ എപ്പോഴും ഓർക്കും, പക്ഷേ ഇടാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി മണ്ണും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ടല്ലോ, ഈ ഒരു അമ്പും കുടമ്പൂ കുറേ നിൽപ്പുണ്ട്. പണ്ടൊക്കെ ഓണമൊക്കെ ആവുന്ന സമയത്ത് ഇതൊക്കെ പറിച്ചിട്ട് അത്തപ്പൂവൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു പറമ്പിൽ മൊത്തം ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമേ. പിന്നെ ഞാൻ കടയിൽ വരെ പോയ സമയത്ത് ഇവിടെ കുറച്ച് ചെറുകിഴങ്ങ് കൃഷി കണ്ടിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ഒരു കൃഷി ഇല്ലായിരുന്നു. അന്ന് ഇവിടെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പം ഇപ്രാവശ്യം ഇതൊരു ഏപ്രിൽ ആ ഒരു സമയത്ത് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുവഴി ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുമായിരുന്നേ. അപ്പോൾ ഇവിടെ ഒരു അച്ഛനുണ്ട്, പുള്ളിയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഇവിടുന്ന് നമ്മൾ കുറച്ച് കിഴങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ. ഇത് വിളവെടുക്കുന്ന സമയത്ത് ഇത് പുഴുങ്ങി കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് മേടിച്ച് നട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഈ ചെറുകിഴങ്ങ് എങ്ങനെയാണ് നടുന്നത്, അതുപോലെ തന്നെ അത് വിളവെടുക്കുന്നത്, അത് പുഴുങ്ങുന്നത്, അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. നമ്മുടെ ഇവിടെ ഇതിന് ചെറുകിഴങ്ങെന്നാണ് പറയുന്നത്. പിന്നെ നനക്കിഴങ്ങ്, പുല്ലുകിഴങ്ങ്, തൊപ്പക്കിഴങ്ങ്, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. പൂടക്കിഴങ്ങ്, അങ്ങനെയൊക്കെ കുറേ പേരാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. പിന്നെ ഇതിൻ്റെ കിഴങ്ങെല്ലാം ചെവിട്ടിലാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇത് കാച്ചിൽ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുതരം കിഴങ്ങാണിത്. പിന്നെ കാച്ചിലും ഇതുമായിട്ടുള്ളൊരു ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പടരുന്നത് ഇടത്തോട്ടാണ് കേട്ടോ. ഇതിൻ്റെ വള്ളി വീശുന്നത് ഇടത്തോട്ടാണ്. കാച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ വലതുവശത്തോട്ടാണ് വള്ളി വീശുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. ഇതാണ് ആവണക്കെ. ഇത് ഇവിടെ ഈ ഒരു സൈഡിൽ മൊത്തം ഉണ്ട്. നമ്മൾ ഈ ആവണക്കെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ഇതില്ലേ, അപ്പോൾ അത് ഈ ആവണക്ക് ഇതിനകത്തു നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ മൊത്തം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ നല്ല വീശി എല്ലാം റെഡിയായി വരികയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ കൃഷിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പിന്നെ കാൽസ്യം എല്ലാം റിച്ചാണ്. ശരിക്കും നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ കഴിക്കത്തില്ല, അതുപോലെ നല്ല ഫൈബറായിട്ടുള്ള ഒരു കിഴങ്ങാണിത്. പിന്നെ ചെറുതായിട്ടൊരു കയ്പുണ്ട്, അല്ലാതെ വലിയതായിട്ടൊരു കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഈ ഒരു ആവണക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചിലതിനകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായായിട്ടൊക്കെ വരുന്നുണ്ട്. അതാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കുഞ്ഞു പൂവൊക്കെ ഇങ്ങനെ ആയി വന്നതിൻ്റെ കുഞ്ഞു കുഞ്ഞു കായ്കൾ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടില്ല, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഒരു കൃഷി. ഈ ഒരു അച്ഛൻ കുറേ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ നേരത്തെ ചീരയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറവശം എന്നൊക്കെ പറഞ്ഞാൽ ഫാം ഹൗസാണ്. അവിടെയൊക്കെ ഇതിനേക്കാളും വിപുലമായിട്ടുള്ള കൃഷികളൊക്കെ ഉണ്ട് അവിടെ എല്ലാം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കിഴങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ ഇത് വിളവെടുക്കുന്ന സമയത്തൊക്കെ നമ്മളിതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതും ഒന്ന് കാണുക. ഏത് സമയത്ത് നടണമെന്നൊക്കെ വീഡിയോയിലുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് ലെസർ യാം എന്നാണ് കേട്ടോ, ചെറുകിഴങ്ങ്. അപ്പോൾ കുറേ ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ള സംഭവമാണ്. പിന്നെ ഇത് കടയിൽ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങൊക്കെ മേടിച്ചിട്ട് നമുക്ക് നട്ടു നോക്കാം. ചാക്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നടാം. ഇതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി കിട്ടും. നമ്മൾ വലിയ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നന്നായിട്ട് വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ കൃഷിയുടെ സംബന്ധിച്ചിട്ടൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്